ഹായ് ഡിയേഴ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ട് കുറച്ചധികം നാളുകളായി, മാസങ്ങളായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോസ്റ്റ് ചെയ്യാമെന്ന്. അതിൻ്റെതായ കാരണം കേട്ടോ. സാധാരണ അലാറം കേട്ട ഭാവം നടിക്കാത്ത ആഞ്ചലീന ഇന്ന് അലാറം കേട്ട ഉടനെ എണീറ്റു. ഇതിപ്പോൾ സമയം രാവിലെ 7:30 നമ്മുടെ റൂമിൽ വിൻഡോയുടെ ഫ്രെയിം ട്രാൻസ്പെറൻറ്റ് ചില്ലാണ്. അപ്പോൾ കർട്ടൻ വെച്ച് മറിച്ചാലും ഒരു സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ റൂമിലേക്ക് നല്ല വെട്ടം കയറും. അതാണ് ഈ കാണുന്ന വെട്ടം മുഴുവനും. അങ്ങനെ രാവിലെ എണീറ്റ് നമ്മുടെ മോർണിംഗ് പ്രെയർ എല്ലാം കഴിഞ്ഞു. സാധാരണ ഇതിനൊന്നും നമ്മുടെ ആഞ്ചലീനെ കിട്ടാറില്ല. സമയം ഏറെ വൈകിട്ടും പുള്ളിക്കാരത്തിന് കുത്തിപ്പൊക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം പുള്ളിക്കാരത്തിന് നേരത്തെ എണീറ്റുകൊണ്ട് അക്കാര്യങ്ങളെല്ലാം മുറക്ക് നടന്നു. ഇന്ന് കുറച്ച് അധികം കാര്യങ്ങൾ മനസ്സിലുണ്ട്. അപ്പോൾ അതിനെല്ലാം മുന്നേ നമ്മുടെ മോർണിംഗ് റുട്ടീനൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടായിരിക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ. അല്ലെങ്കിലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അത് പതിവാണ്. ഒന്ന് സ്റ്റാർട്ടായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ സ്റ്റാർട്ടായാൽ പിന്നെ വണ്ടി അങ്ങ് ഒറ്റ പോക്കാം, പിന്നെ അവിടെ നിൽക്കില്ല. ഇന്ന് പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഫുൾ പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഇന്ന കാര്യങ്ങൾ എന്നതുപോലെ ചെയ്യണം, ക്യാമറ ഈ ആംഗിളിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യണം എന്നെല്ലാം ഇന്നലെ തന്നെ പ്രീ പ്ലാൻ ചെയ്ത് കൊണ്ടിട്ട് രാവിലെ അത്ര വലിയ കൺഫ്യൂഷനൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. സാധാരണ ഷൂട്ടിന് മുന്നേ അത്ര വലിയ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാറില്ല. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് ആകുമ്പോൾ കുറച്ച് പ്ലാനിങ് എല്ലാം വേണമല്ലോ. എന്നെ പണ്ടാലും പ്ലാൻ പണ്ടണം. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നെൻ്റെ അപ്പച്ചൻ്റെ 65ാം പിറന്നാളാണ്. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെയാണ്. ഞാൻ വീട്ടിലേക്ക് പോയിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഹബീബി ജോലിക്ക് പോകുന്ന ഗ്യാപ്പിൽ ഞാൻ വീട്ടിലേക്ക് ഇറക്കിയിട്ട് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് പോകാൻ പോണേണ്. വലിയ കാര്യമായ ബർത്ത്ഡേ സെലിബ്രേഷനോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയോ ഒന്നുമില്ല. ബിനോയി നാട്ടിലില്ലാത്തത് കൊണ്ട് നമ്മൾ ഭയങ്കര ചുരുക്കി ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ്, ഒരു കുഞ്ഞാഘോഷം, അങ്ങനെ വളരെ ചുരുക്കിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താകുമെന്ന് അറിയില്ല. നമ്മൾ പോകാൻ പോണേണ്. ആദ്യം താഴത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയാണ്. രാവിലെ എണീറ്റ് വന്ന ആഞ്ചലീന എന്നെക്കാളും മുന്നേ താഴത്തേക്ക് ഇറങ്ങി. നമ്മുടെ റൂം മുകളിലാണ്, അതും സെപ്പറേറ്റ് പുറത്തുനിന്നാണ് സ്റ്റെപ്പ് വരുന്നത്. അതുകൊണ്ട് എന്ത് കാര്യങ്ങൾക്കും നമുക്ക് താഴത്ത് വരേണ്ടി വരും. താഴെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി ഈ നടയിൽ വന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ പ്രാർത്ഥനയും കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറി. ഇന്നത്തെ സ്പെഷ്യൽ തക്കാളി ചട്നി. ഇതൊക്കെയാണ് തക്കാളി ചട്നിക്ക് വേണ്ട സാധന സാമഗ്രികൾ. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചട്നിക്ക് ആവശ്യ സാധനങ്ങളെല്ലാം തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പുതിന, മല്ലിച്ചീര ഇതെല്ലാം കൂടി അരിഞ്ഞെടുത്ത് ചട്ടി അടപ്പത്ത് വെച്ച് അതങ്ങ് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉഴുന്ന് പരിപ്പിട്ടങ്ങ് പൊട്ടിക്കുക. ഉഴുന്ന് പരിപ്പ് ഓപ്ഷനിലാട്ടോ, ഉണ്ടെങ്കിൽ പൊട്ടിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അതിലേക്ക് പിന്നെ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഇടുക. എണ്ണയിൽ കിടന്നെല്ലാം വാടി വരുമ്പോൾ ഇതിലേക്ക് ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഇടിച്ച മുളക് ഇതും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് തക്കാളിയും കൊട്ടിയിട്ട് ഒന്ന് വാടിക്കഴിയുമ്പോൾ പുതിനയും മല്ലിച്ചീരയും കൂടി ഇട്ടിട്ട് അങ്ങനെ മൂടി വെക്കുക. ഇതെല്ലാം അങ്ങ് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുക. ചട്നി റെഡി ഗോ. പിന്നെ ഈ ചട്നിക്ക് കോമ്പിനേഷൻ ദോശ കേട്ടോ. ഭക്ഷണം കഴിച്ച് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് പോയി. ഡ്രസ്സ് ചെയ്ത് താഴെ വന്നു. നമ്മുടെ ഹബീബി റെഡി ആയിരുന്നു. ഇനി നേരെ വീട്ടിലേക്ക്. അല്ലെങ്കിലും ഈ കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുക എന്നത് വലിയ ഹാപ്പിനെസ് ഉള്ള കാര്യം. ആ ഒരു ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റുമാണ് എൻ്റെ മതി കാണുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. കാണുന്ന പച്ചവിട്ടാണ് എൻ്റെ വീട്. ഫ്രണ്ടിൽ കാടുംപടലയും വന്നു. അല്ലെങ്കിലും വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്നെക്കാളും മുന്നേ ചാടി ഓടി കയറുന്നത് അഞ്ജലിനെയായിരിക്കും. പിന്നെ ഇന്ന് അപ്പച്ചൻ്റെ ബർത്ത്ഡേയും കൂടി ആയതുകൊണ്ട് പുള്ളിക്കാരത്തി ആകെ എക്സൈറ്റഡ് ആയിരുന്നു വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓടിക്കുക ചെന്നപ്പോൾ പുള്ളിക്കാരൻ കിച്ചൺ ഡ്യൂട്ടിയിലാണ്. ഞങ്ങൾ എത്തും എന്നുള്ളത് കൊണ്ട് കാര്യങ്ങളെല്ലാം ഒരുക്കി വെക്കുമായിരുന്നു അപ്പച്ചൻ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെല്ലുന്ന സ്ഥലം ഇവിടെയാണ്, വീടിൻ്റെ ബാൽക്കണിയിലേക്ക്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് കിട്ടും. ചെന്നപ്പോൾ തന്നെ നമ്മുടെ ബർത്ത്ഡേ ബോയ് നമുക്ക് ബർത്ത്ഡേ സ്വീറ്റ്സ് എല്ലാം തന്നു. അതും വാങ്ങിച്ച് ഞാൻ നേരെ പോയി ആ ബാൽക്കണിയിലെ കസേരയിൽ പോയങ്ങിരുന്നു. അപ്പം കിട്ടുന്ന സന്തോഷം എൻ്റെ സാറേ. സത്യം പറഞ്ഞാൽ കെട്ടിച്ച് വിട്ട് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ, അപ്പം കിട്ടുന്ന ഒരു പ്രത്യേക ഹാപ്പിനെസ് ഉണ്ട്, ഒരു ഫ്രീഡം ഉണ്ട്, ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അത് ഈ അവസ്ഥയിലൂടെ കടന്നുപോയ എല്ലാ പെണ്ണുങ്ങൾക്കും മനസ്സിലാവും. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്, എൻ്റെ മാത്രമായ ഇടം. എനിക്ക് എന്തും ചെയ്യാനും എന്തും പറയാനും എന്തിനുള്ള സ്വാതന്ത്ര്യമുള്ള എൻ്റെ വീട്ടിൽ. ബാൽക്കണി കഴിഞ്ഞാൽ എൻ്റെ മോസ്റ്റ് സ്പെഷ്യൽ പ്ലേസ് എൻ്റെ ബെഡ്റൂമാണ്. ഇതാണ് എൻ്റെ ബെഡ്റൂം. എല്ലാവരും പറയും അവരവർക്ക് അവരവരുടെ റൂമിൽ കിടക്കുമ്പോഴാണ് ആ ഒരു സമാധാനം കിട്ടുന്നതെന്ന്. അമ്മാതിരി സമാധാനം കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ വരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആഞ്ചലീനയുടെ ബെസ്റ്റ് കളിക്കൂട്ടുകാരൻ അപ്പച്ചനാണ്.
പുള്ളിക്കാരൻ്റെ കൂടെ ആഞ്ചലീന എത്ര ടൈം വേണമെങ്കിലും ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്തോളും. സോ പുള്ളിക്കാരത്തി ഹാപ്പി ആയതുകൊണ്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ ധാരാളം സമയം കിട്ടും ഇവിടെ നമുക്ക് വേറെ ഡിസ്ട്രാക്ഷനും ഡിസ്റ്റർബൻസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കൂൾ ആൻഡ് കാം ആയിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്തു. എനിക്കാണെങ്കിൽ കുറച്ചധികം വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകാറായപ്പോഴേക്കും ഒരു വല്ലാത്ത ലേസിനെസ് എന്നെ പിടികൂടി. കുറേ നേരം കോട്ടുകായി വരുന്നു. സോ ലാപ്പ് മാറ്റി വെച്ച് ഞാൻ മാറിക്കിടന്നങ്ങ് ഉറങ്ങി. ആഞ്ചലീന അപ്പച്ചൻ്റെ കൂടെ സെറ്റ് ആയതുകൊണ്ട് ആ കാര്യം ഓർത്ത് എനിക്ക് വേറെയില്ല. അപ്പോൾ പിന്നെ കുറച്ചധികം നേരം കിടക്കാമല്ലോ, നമ്മൾ നമ്മുടെ വീട്ടിലല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളങ്ങ് എണീറ്റു. ഉറക്കക്ഷീണം അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഭക്ഷണം കഴിക്കണ്ടേ, അത് ഓർത്തങ്ങ് ചാടി എണീറ്റു. നമ്മൾ എവിടെ പോയാലും നമ്മളെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ അമ്മയുടെ കൈപ്പുണ്യം. സോ നമ്മൾ എവിടെ പോയി എന്തൊക്കെ ഫുഡ് കഴിച്ചാലും ഈ ഒരു കൈപ്പുണ്യത്തിൻ്റെ അത്രയും വരില്ല, എന്തോന്നില്ലേ? അതെ, ആ ഒരു സംഭവം, ആ ഒരു ഫുഡ് കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഇന്നത്തെ സ്പെഷ്യൽ മോര് കാച്ചിയതും പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ഞണ്ട് കറി. സോ ഇഷ്ടമുള്ള കറിയെല്ലാം ഇഷ്ടം പോലെ കൂട്ടി വേറെ ഒന്നിനെപ്പറ്റി ചിന്തിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് ആ മോര് കൂട്ടാൻ അങ്ങോട്ട് ചോറിലേക്ക് ഒഴിച്ച് ഞണ്ടിൽ നിന്നൊരു കാലം എടുത്ത് ചോറിൻ്റെ സൈഡിൽ അങ്ങോട്ട് വെച്ചിട്ട് ആ ഗ്രേവി ഇട്ട് പെരട്ടി അങ്ങ് കഴിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഈ ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും എല്ലാം ആർക്കും അത്ര വലിയ പുതുമയായിട്ടും തോന്നണ്ട. എൻ്റെ ഇതേ സിറ്റുവേഷനിൽ വിവാഹം കഴിഞ്ഞ് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ പെമ്മക്കളും ഇതേപോലെ തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ എല്ലാ പെണ്ണുങ്ങളും ഒറ്റക്കെട്ടാട്ടോ. സോ നമ്മുടെ ഉച്ചയൂണ് കുറച്ച് വിശാലമായി തന്നെ നീണ്ടുപോയി. കാരണം ഞണ്ടായതുകൊണ്ട് അതിന് സമയമെടുക്കും. പിന്നെ ഇഷ്ടമുള്ള TV പ്രോഗ്രാം വെച്ച് ആ റിമോട്ടും പിടിച്ച് സമയമെടുത്തങ്ങനെ നമ്മുടെ ഉച്ചയൂണ് കഴിഞ്ഞു. ഈ ഉച്ചയൂണ് കലാപരിപാടി എത്ര നേരം നീണ്ടുപോയെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ എൻ്റെ ഉച്ചയൂണ് ഞാൻ കഴിച്ചു. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ പിന്നെ വേറെ എന്തിനെ പറ്റിയാൽ ബേജാറാവുണ്ട്. ആ ഒരു ഉച്ചയൂണ് വളരെ ഗംഭീരമായി തന്നെ നീണ്ടുപോന്നു. ഉച്ചയൂണ് കഴിഞ്ഞ് നമ്മുടെ ആഞ്ചലീന ഉറങ്ങാൻ കയറി. സോ പുള്ളിക്കാരത്തി എത്ര നേരം വേണോ കളിച്ചടങ്ങും, പക്ഷേ ഉറങ്ങാൻ വേണ്ടി ആൾക്ക് ഞാൻ തന്നെ വേണം. ആഞ്ചലീന നന്നായി ഉറക്കം പിടിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ പരിപാടിയിലേക്ക് കയറി. അല്ലെങ്കിലും ഇവിടെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ എന്താണ് ഈ മുഖത്ത് വാരത്തേക്കണമെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല. അതിൻ്റെ മാത്രമായ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ പിന്നീടാട്ടോ. ഇപ്പം ഞാൻ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഇവിടെ വരുമ്പോൾ കിട്ടുന്ന സമയങ്ങളെല്ലാം നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മാവിൽ മുക്കിയെടുത്ത പഴം പോലെയായി. ഇനി ഇതൊന്നും ഉണങ്ങി കിട്ടണം. നമ്മുടെ വീടിൻ്റെ വാതിക്ക് വന്നു പുറത്ത് നല്ല കാഴ്ചകൾ കാണാം. സോ കുറച്ച് നേരം ഇവിടെ വന്ന് വായി നോക്കി നിൽക്കുമ്പോഴേക്കും അതങ്ങ് ഉണങ്ങി കിട്ടും. സോ ഒരു വെടിക്ക് 2 പക്ഷി. വായി നോക്കി നിന്ന് ഫേസ് പാക്കിൻ്റെ അരങ്ങ് വിട്ടുപോയി. അതുകൊണ്ട് നന്നായി ഉണങ്ങി കിട്ടി. ഇനി ഇതൊന്ന് കഴുകി മാറ്റണം. അങ്ങനെ ഒരു നീണ്ട പ്രയത്നത്തിലൂടെ നമ്മൾ നന്നായി കഴുകി എടുത്തിരിക്കാൻ സുഹൃത്തുക്കളെ. ഫേസിന് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടുന്ന ഒരു ഫേസ് പാക്കാട്ടോ ഇട്ടത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി. നേരെ പോയി ചായ ഇട്ടു. ആ ചായയും കൊണ്ട് നേരെ നമ്മൾ ബാൽക്കണിയിലേക്ക് വന്നു. ഇനി ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് ചായ കുടിക്കണം. ബാൽക്കണിയിൽ വന്നു. സ്ഥിരം നമ്മുടെ കസേരയിൽ വന്ന് ഇരുന്നങ്ങ് സ്വസ്ഥമായിട്ട് ചായ കുടിച്ചു. ആഞ്ചലീന ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയും ധാരാളം സമയമുണ്ട്. ബാൽക്കണിയിൽ വന്നിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി ചുമ്മാ ഓരോന്നൊക്കെ ആലോചിച്ച് ചായ കുടിച്ചിരിക്കുന്നത് നല്ല സുഖമുള്ള പരിപാടിയാണ്. വൈകിട്ട് നല്ല മഴക്കാറുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രസം. അപ്പോഴേക്കും അമ്മച്ചി പണി കഴിഞ്ഞ് വന്നു. അപ്പച്ചനും അമ്മച്ചിയും ഒരുമിച്ച് കുരേച്ചൻ്റെ ഇടയിൽ പോയി. ആ സമയം നമ്മളെ ഹബീബി കേക്കുമായിട്ടെത്തി. ഓൾറെഡി കേക്ക് കൊണ്ടുവരുമെന്ന് അപ്പച്ചൻ അറിയാം. എന്നാലും നമ്മൾ അപ്പച്ചനറിയാതെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കും. അത് നമ്മുടെ സുഖം. പള്ളിയിൽ പോയ ടീംസൊക്കെ തിരിച്ചെത്തി. ഒരു 7:30 8 മണിയൊക്കെ ആയപ്പോഴേക്കും കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കേക്കെല്ലാം എടുത്ത് വെച്ച് സെറ്റാക്കി. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ കേക്ക്. നമ്മൾ വാങ്ങിച്ച കേക്ക് ഇപ്പോൾ കാണിച്ചു തരാം. കേക്ക് ഓപ്പൺ ചെയ്യാൻ എന്നേക്കാൾ എക്സൈറ്റ്മെൻറ്റ് ആഞ്ചലീനക്കായിരുന്നു. കാരണം പുള്ളിക്കാരത്തേക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ കേക്ക് കട്ടിങ് പരിപാടി. ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ കേക്ക്. വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. ഹാപ്പി 65 ബർത്ത്ഡേ അപ്പച്ച. ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ക്യാപ്ഷൻ. എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥന എല്ലാം ചൊല്ലിയിട്ടാണ് നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് കടന്നത്. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ബിനോയെ വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് സാധിച്ചില്ല. അതുകൊണ്ട് ഈ സമയത്ത് ബിനോയുടെ പ്രസൻസ് നമുക്കിവിടെ മിസ്സായി പോയി. ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സന്തോഷം തോന്നുന്നൊരു മൊമെൻ്റാണ് ഈ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം പങ്കുവെക്കുന്ന ഒരു സീൻ. ഞങ്ങളുടെ കുട്ടിക്കാലം മുതലേ, ഞങ്ങൾക്ക് തിരിച്ചറിവായ കാലം മുതലേ മുടക്കാത്തൊരു പരിപാടിയാണ് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടി. അത് എന്തൊക്കെ വന്നാലും ഈ ഒരു പരിപാടിക്ക് മാത്രം ഒരു മുടക്കം സംഭവിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടും ഒരു മുടക്കം സംഭവിക്കരുതേ എന്നാണ് പ്രാർത്ഥന. ബർത്ത്ഡേ ബോയ് കേക്ക് കട്ട് ചെയ്ത് മാറിയപ്പോഴേക്കും പിന്നെ ആഞ്ചലീനയുടെ ഊഴായി. പുള്ളിക്കാരത്തി സ്വന്തം ബർത്ത്ഡേ എന്നുള്ള മട്ടിലാണ് കത്തിയെടുത്ത് കേക്ക് കണ്ടമുണ്ടം മുറിച്ചത്. പുള്ളിക്കാരത്തിക്ക് പൂർണ്ണ പിന്തുണ നൽകി പപ്പയും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആഞ്ചലീന കേക്കുമായിട്ട് മൽപ്പിടിക്കണ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു. അത് കഴിഞ്ഞ് അടുത്ത പരിപാടി ഗിഫ്റ്റ് കൈമാറലായിരുന്നു. ഗിഫ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ആഞ്ചലീന കാണിക്കുന്ന പരിപാടിയാണ് താങ്ക് യു എന്ന് പറഞ്ഞ് ഒരു 3-4 വട്ടം കുനിയൽ. സോ പുള്ളിക്കാരത്തിക്ക് തന്നെ അപ്പച്ചൻ തിരിച്ചു കൊടുത്ത് അതങ്ങ് ഇമിറ്റേറ്റ് ചെയ്തതാണ്. ഇതായിരുന്നു നമ്മൾ കൊടുത്ത ആ ഒരു കുഞ്ഞു ഗിഫ്റ്റ്. പുള്ളിക്കാരൻ കൂടുതലും ഷർട്ടാണ് ഉപയോഗിക്കാറ്. ടീഷർട്ട് അധികം ഇടാറില്ല, വല്ലപ്പോഴും മാത്രം. അതുകൊണ്ട് ടീഷർട്ട് തന്നെ ആയിക്കോട്ടെ ഈ ബർത്ത്ഡേ ഒക്കെ എന്ന് കരുതി. എന്തെങ്കിലും വെറൈറ്റി വേണമല്ലോ.
അങ്ങനെ ഗിഫ്റ്റ് കൈമാറ്റം കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു. ഫുഡ് അടി. ഇന്നത്തെ സ്പെഷ്യൽ അൽഫാം മന്തി. പിന്നെ അപ്പച്ചനും അമ്മച്ചിയും അത്ര മന്തി ലവേഴ്സ് അല്ല, അതുകൊണ്ട് അവർക്കായിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ്. സോ എല്ലാം കൊണ്ടും നമ്മുടെ തീൻമേശ വിഭവസമൃദ്ധമായിരുന്നു. അൽഫാം മന്തിയും ചിക്കൻ ഫ്രൈഡ് റൈസും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തീൻമേശയ്ക്ക് ചുറ്റും ഇരുന്ന് കുറേ വർത്തമാനങ്ങളും വിശേഷങ്ങളും കളിയും തമാശയും എല്ലാം പറഞ്ഞ് ഞങ്ങളുടെ അത്താഴം കടന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് ടി വിയിൽ പട്ടാഭിഷേകം വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിലെ പാട്ട് കേട്ട് അതിന് നൃത്തങ്ങൾ പ്രകടിപ്പിക്കുന്ന ആഞ്ചലിനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കളിയും ചിരിയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അത്താഴം കഴിക്കൽ കുറച്ചധികം നേരം നീണ്ടുപോയി. അതിനുശേഷം വേഗം ഡ്രസ്സപ്പ് ചെയ്ത് തിരിച്ചു പോകാനുള്ള പരിപാടിയിലേക്ക്. കാരണം നാളെ വീക്കെൻഡായിട്ട് കുറച്ചധികം പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ തിരിച്ചിന്ന് തന്നെ വീട്ടിലേക്ക് പോകണം. സോ ഉടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുഖം ഒന്ന് മാറി. ഈ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴുള്ള മുഖഭാവത്തിൻ്റെ മാറ്റം അതൊരു സ്ഥിരം പരിപാടിയാണ്. പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് തിരികെ പോകുന്നുണ്ടെങ്കിൽ പറയേ വേണ്ട, ചങ്കിടിഞ്ഞു പോകുന്നൊരു വേദനയായിരിക്കും മനസ്സിൽ. പിന്നെന്താ പറയുക, പണ്ടത്തെ ഓരോ അവന്മാരുണ്ടാക്കി വെച്ച ഓരോ നാട്ടുനടപ്പ് കോപ്പാണ്. ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. പയ്യെ മാറുമായിരിക്കും. സോ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ വളരെ ഓക്കെയാണ്, കൂളാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള റിഹേഴ്സലാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ബിനോയുടെ കോള് വന്നു. ബിനോയ് രാവിലെ വിളിച്ച് അപ്പച്ചനെ ബർത്ത്ഡേ വിഷ് ചെയ്തതാണ്. പക്ഷേ കുറച്ച് തിരക്കി പെട്ടുപോയതുകൊണ്ട് ആൾക്ക് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വിളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ സമയത്തുള്ളൊരു വിളി. അങ്ങനെ അധികം വൈകാതെ നമ്മൾ പ്രാർത്ഥനയും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. സോ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ബാഗും പാക്ക് ചെയ്ത് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങണതിന് മുന്നേ ഉള്ള യാത്രയപ്പം ചെറിയ സ്നേഹത്തിൻ്റെ കലാപരിപാടികളൊക്കെയാണ് നിങ്ങളീ കാണുന്നത്. അപ്പച്ചനും അമ്മച്ചിയും ചിരിച്ചുകൊണ്ട് നിൽക്കുമെങ്കിലും അവർക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ യാത്ര പറഞ്ഞ് പോകുമ്പോഴേ സംഭവം കെട്ടിച്ച് വിട്ടേക്കണത് വലിയ ദൂരമൊന്നുമല്ല, എന്നാലും അത് അകലം തന്നെയാണ്. അത് പെമ്മക്കളുള്ള അച്ഛനമ്മമാർക്ക് മനസ്സിലാവും. പെമ്മക്കളില്ലാത്തവർക്ക് ഇതൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങിപ്പോരുമ്പോഴും വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. എന്നെ ഹാപ്പിയാക്കാൻ അപ്പച്ചൻ അമ്മച്ചി ശ്രമിക്കും. ഞങ്ങൾക്ക് ബൈ പറഞ്ഞ് യാത്രയാക്കാൻ വേണ്ടി അപ്പച്ചൻ താഴെ റോഡ് വരെ ഇറങ്ങി വന്നു. അതെപ്പോഴുള്ള പരിപാടിയാണ്. ഞങ്ങൾ പോകുമ്പോൾ പുള്ളിക്കാരൻ താഴെ റോഡിൽ വരെ ഞങ്ങളെ യാത്രയാക്കാൻ വരും. സോ അപ്പച്ചനോട് ചാറ്റയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ വണ്ടി അങ്ങ് ദൂരമായും വരെ പുള്ളിക്കാരൻ ഞങ്ങളെ നോക്കി അവിടെ തന്നെ നിൽപ്പുണ്ടാവും. സോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് കുരേച്ചൻ്റെ കടയിലേക്കാണ്. മാസാദ്യ വെള്ളിയാഴ്ച കൂടി ആയിരുന്നതുകൊണ്ട് ഈ ഒരു പള്ളിയിൽ പോക്ക് മുടങ്ങിയില്ല. എന്ത് തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും വെള്ളിയാഴ്ച കുരേച്ചൻ്റെ ഇടയിൽ മുടങ്ങാതെ വരുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു സമാധാനമുണ്ട്. അതാണ് കേട്ടോ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ഹാപ്പി ആൻഡ് പീസ്ഫുള്ളായ ഒരു ഫാമിലി ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം. അതുവരേക്കും ബൈ.